ഓക്കെ റെഡി? എന്തായാലും ഇരിക്കുക. We are introverts. That's it. ഇതാണ് Welcome to IFC, Introvert Filmy Crew. ഞാൻ പറഞ്ഞത് എടാ ഇൻട്രോവേർട്ടഡ് ഫിൽമി ക്രൂ എന്നാണ് ചാനലിൻ്റെ പേര്. ഓക്കെ, ഒരു ഇടി കൊണ്ട് ഇടിയായിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് ആക്ച്വലി കങ്കുവയുടെ ട്രെയിലർ റിയാക്ഷൻ. അതിന് മുമ്പ് ടീസർ കണ്ടെന്ന് തോന്നി. ടീസർ കണ്ടപ്പോൾ കുറച്ച് ഷോട്ടുകൾ കുറച്ച് ക്വാളിറ്റി തോന്നിയായിരുന്നു. പക്ഷെ പടത്തിനെ പറ്റി പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല. ശിവയുടെ പടം ആയതുകൊണ്ട് തന്നെ സിനിമയെ പറ്റി എനിക്ക് അറിയില്ല എങ്ങനെയാവുന്നു. അത് നമുക്ക് കണ്ടാലറിയാൻ പറ്റത്തുള്ളൂ. കാരണം മുടക്കിയ കാശ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടെന്ന് തോന്നുന്നു. വിഷ്വലി ഉണ്ട്. വിഷ്വലി കുറച്ച് പിന്നെ കുറച്ചധികം പണിയെടുത്തിട്ടുള്ള പോലെ ഒരു ഫീലുണ്ട്. ബജറ്റ് എത്ര? 400? അതെനിക്കറിയില്ല. പക്ഷേ ശിവ അന്നൊന്നും ഒരു 50-50 ആണ്. അതിന്റെ മാത്രം ശിവ നല്ല പടങ്ങൾ, അതെ നല്ല പടങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പോയിന്റിൽ നിന്ന് പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയ പടം അണ്ണാത്തെ കണ്ടില്ലേ? ആക്ച്വലി എനിക്ക് തോന്നുന്നു വിവേകം മുതലാണ് ശരിക്കും പോയത്. അതെ അതെ, വേതാളം വരെ എനിക്ക് തോന്നുന്നു ഒരു പരിചയം. വേതാളം ലാസ്റ്റ് ഇതായിരുന്നു അല്ലേ? വേതാളം കുറച്ചുകൂടെ ബെറ്റർ പടം. അതായത് ഈ പറഞ്ഞ പോലെ ഈ തോൽവി പടങ്ങളുടെ തൊട്ട് മുമ്പുള്ള പടമായിരുന്നു. ഒരു ഓളം ഫീൽ ചെയ്ത പടം വേതാളം. ഓളം ഉണ്ടാകുന്നോ ഇല്ലയെന്ന് അറിയത്തില്ല, എന്നാലും കുഴപ്പമില്ല. ആക്ച്വലി അത് നല്ലൊരു തിയേറ്ററിലാണെങ്കിൽ നമുക്ക് എന്ത് ഓളമാടാ ഏതായിരിക്കും അറിയാൻ വയ്യാത്ത. ഓക്കെ, അത് അവിടെ ചിലപ്പോൾ ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ നമുക്ക് ഏതായാലും കങ്കുവയുടെ ട്രെയിലർ ഉണ്ടോ? யூஸ் ஹெட்ஃபோன்ஸ் நான் அது வரேன். நம்ம வாழ்ற தீவுக்குள்ள எத்தனையோ மர்மங்க கொட்டி கிடக்குது. அது எல்லாத்தையும் விட ഡിഎസ്പിയുടെ എനിക്ക് മനസ്സിലായില്ല പുള്ളി എങ്ങനെയാണ് തെറ്റാണ് അല്ലേ? പുഷ്പയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതാരാ റോമൻ ചക്രവർത്തി? അല്ലല്ല, ഞാൻ ചോദിച്ചാൽ റോമൻ ചക്രവർത്തി. അതെ. ഓ, ആ സാധനം കണ്ടോ? എന്തുവാ ഒരു പഴയ പടം? പരുന്ത് പറക്കാത്ത ഒരു പടം ഉണ്ടോ ഇന്ത്യയിൽ? എവിടെയോ എല്ലാ പടത്തിലും പോയിട്ടുണ്ട്. ആക്ച്വലി ഉമ്മരിക്കുന്ന റാഞ്ചാ നിൽക്കുന്ന കഴുകട്ടനല്ല ഉദ്ദേശിക്കുന്നത്. ആണോ? അതാണല്ലോ അതിന്റെ പ്രതീക പറയുന്നത്. അല്ല, ഇത് ആക്ച്വലി കങ്കു എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടെന്ന്. ആക്ച്വലി ലുക്ക് കണ്ട ഈ ടീസറിനകത്ത് കുറച്ച് VFX കുറച്ച് നല്ലതായിരുന്നു. ഇടയ്ക്ക് ഇവിടെ ചില ഷോട്ടുകളിലൊന്നും ഭയങ്കര ആയിരിക്കും. അതെ അതെ, അത് ഇവര് പറഞ്ഞില്ലേ ഇടയ്ക്ക് ഓവർ ബഡ്ജറ്റ് ആയിരുന്നു. തുടക്കം നല്ല രീതിയിൽ ചെയ്തു വന്നിട്ട് പിന്നെ ആ ഷോട്ട് ഉണ്ടായിക്കാണും. സൂര്യയുടെ കുറച്ച് നല്ല പെർഫോമൻസ് കാണാം. ഇതില്ലേ ഒരു അതായത് ഈ പ്രസന്റ് ടൈം എന്തോ ഉണ്ട് പടത്തിൽ. അത് ഇതുവരെ ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടില്ല. അല്ല, VFX കുറച്ച് ഡൗൺ ആക്കി. ഇത് ആക്ച്വലി അതാണ് കുറച്ച് VFX ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ പണി എടുക്കുന്നുണ്ട് VFX. അതാണ് പ്രശ്നം. ഈ ഷോട്ടാണ് കണ്ടത്. ഇതിനകത്ത് ഈ ഷോട്ട് ആക്ച്വലി അതെ, ചിലപ്പം ജസ്റ്റ് പറയാൻ പറ്റത്തില്ല. ഒറിജിനലിനെ കുത്തിമലത്തുന്നതാണോ അതിപ്പം മറ്റേ ഒറിജിനലിനെ കൊന്നിട്ട് അതിന്റെ അടിയിൽ ഇത് കാർത്തിയാവും എന്നാണ് ഒരു കിംവദന്തി ഞാൻ കേട്ടത്. ശരിയായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിരിക്കുകയാണ്. അനിയനെ കൊന്നതിന് പ്രതികാരം വീട്ടുകൊണ്ട് ലാസ്റ്റ് അനിയൻ ദിവ്യൻ അവസാനമാണ്. ഇല്ല, ആക്ച്വലി ഇത് അവരാദ്യം പറഞ്ഞ കങ്കു എന്ന് പറഞ്ഞൊരു ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റേ തമിഴന്മാർ ഇത് ട്രൈബൽ ഒരു ട്രൈബിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. കങ്കുവ എന്ന് പറയുന്നത് ഈ പല ക്യാരക്ടറാണ്. ഇപ്പം കങ്കുവെ വിളിക്കുന്നില്ല അവർ ആദ്യം പറയുന്നത്. കങ്കുവ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ പേര് കണ്ടിട്ടിരിക്കണം. മറ്റേ ഗെയിമിന്റെ പേരാണ് നമ്മള് DNA വെച്ചിട്ട് പഴയ കാലത്തെ DNA അല്ലോ അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ, അസാസിൻസ് ക്രീഡോ. അതിൽ ആക്ച്വലി
നമ്മുടെ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഇപ്പം നമ്മുടെ ലൈൻ ഓഫ് ലിനേജ് ഇല്ല, അത് നമുക്ക് ട്രേസ് ചെയ്ത് ഒരുപാട് ബാക്കിലോട്ട് പോവാണെങ്കിൽ ഒരു ചരിത്ര സമയത്തോട്ട് ആ ലീനേജ് വരാമല്ലോ. അപ്പം നമുക്ക് നമ്മുടെ DNA അതിൻ്റെ ഒരു അംശം കിടപ്പുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് അന്നുള്ള ഏഴാം വർഗ്ഗമല്ലേ അങ്ങനെ ആ സാധനം അപ്പൊ ആ ലൈൻ ഉണ്ട്. ഇത് ഏഴാം വർഗ്ഗമല്ലേ? ഏഴാം വർഗ്ഗമല്ല. അങ്ങനല്ല എടാ, ഇതിപ്പോ എനിക്കിത് കണ്ടപ്പോൾ തോന്നിയ ഭയങ്കര പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ VFXന്റെ പ്രശ്നമുണ്ടല്ലോ, അത് ചിലപ്പോൾ ഈ പടത്തിൽ അവിടെ ഇവിടെ ആയിട്ട് വരും. ടീസറിൽ അത്രയും തോന്നുന്നു. ഇല്ല ഇപ്പൊ ഇതിന്റെ മുതലയുടെ ഷോട്ട് കാണിച്ചില്ലേ, അത് ടീസറിൽ ഒരു ക്ലോസ് അപ്പ് ഷോട്ട് ഉണ്ട്, അത് ഭയങ്കര ക്വാളിറ്റിയുള്ള ഷോട്ടായിരുന്നു. പക്ഷെ ഈ ട്രെയിലറിൽ ഇപ്പൊ അത് കാണിക്കുമ്പോൾ നമുക്ക് ഓക്കെ ആ സംഭവമാണ്. പിന്നെ ഈ പരുന്ത്, അതിപ്പോ എല്ലാ പടത്തിലും പരുന്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഭയങ്കര പ്രശ്നമാണ്. ഈ ഒരു പഴയ കാലഘട്ടം കാണിക്കാൻ തുടങ്ങിയ ഫസ്റ്റ് ഷോട്ടിൽ പരുന്ത് പറക്കും. ഈ പറയുന്ന അസാസിൻസ് ക്രീഡിന്റെ ട്രെയിലറിലാണ് ഭയങ്കര ഫേമസ് ഒരു. അതെ ഒരു കഥ പറയാൻ തുടങ്ങുമ്പോഴേക്കും ഒരു പരുന്ത് പറക്കാൻ തുടങ്ങും. അതിപ്പോ ഒരുപാട് റെഡിയായിട്ട് നിൽക്കുന്ന പരുന്ത് ആ സമയമാണ്. ഇത് കഴിഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ ഒരു പാൻഡ്യം പടം ഉണ്ട്, അവിടെ പോയി പറക്കണം. പരുന്ത് ഇപ്പം എല്ലാ പടത്തിലും ഈ ടൈപ്പ് പടങ്ങളിലും വരുന്നുണ്ട്. പക്ഷേ ചിരഞ്ജീവിയുടെ ഒരു പടം ഉണ്ടായിരുന്നു, അതിനകത്ത് ഒരു പരുന്തിന്റെ എല്ലാ പടത്തും ഉണ്ട്. ഇപ്പൊ മറ്റേ മരക്കാരെടുത്ത് അതിനകത്ത് എല്ലാ പീരിയോഡിക് സബ്ജക്ട് പടങ്ങൾ പുലിപുരന്റെ മറ്റേ അല്ലെങ്കിൽ പോലും പുലിമുരുകൻ തന്നെ ഉണ്ട്. അല്ല, അതൊരു ഇപ്പൊ ഒരു എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് പോലെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി നമ്മുടെ ലാസ്റ്റ് കിങ്ഡം ഓഫ് പ്ലാനറ്റ് ഓഫ് ദി ഏപ്സിൽ വരെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഉപയോഗിച്ച കുറച്ചുകൂടെ ബെറ്റർ സാധനമായിട്ടാണ് ഇതിപ്പോ ഒരു ക്ലാസിക് ഷോട്ടാ. ഇതിപ്പോ ഒരു ക്ലാസിക് ഷോട്ടാ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം ഇതിങ്ങനെ പോകുന്നത് ഇപ്പൊ എല്ലാ പടത്തിലും പരുന്ത് പറക്കാൻ റെഡിയായി എന്ന് പറയുന്ന പോലെ. ബേർഡ്സ് ഐ വ്യൂ കാണിക്കുമ്പോൾ ഒരു ബേർഡ് കൂടെ ഇരിക്കട്ടെ, നമുക്കിവിടെ കാക്കയൊക്കെ ആയിട്ട് നമുക്ക് പടം ചെയ്യുമ്പോൾ അതെ വെറൈറ്റി കിട്ടാൻ അങ്ങനെ വെച്ചാണ്. അതുവരെ ഇതിനകത്ത് മറ്റൊരു ലുക്ക് ഉണ്ടല്ലോ, ഏതോ ഒരു പുതിയ പ്രസന്റ് ടൈമിൽ ലുക്ക്, അത് ഇതുവരെ പടത്തിൽ കാണിച്ചിട്ടില്ല. എൻ്റെ ഒരു സംശയം, ഒന്നുകിൽ ഇപ്പോൾ യൂഷ്വൽ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതായത് സിനിമ തുടങ്ങുമ്പോൾ ഈ പ്രസന്റ് ടൈമിൽ നിന്ന് പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ഈ പോർഷൻസ് ഒക്കെ വരുന്നത്. പക്ഷെ ഇവരിത് ഫുൾ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് ഇത് വെച്ചിട്ടാണ്. ഈ പടത്തിന്റെ വന്നിരിക്കുന്ന ആ ഒരു പോസ്റ്ററിൽ മാത്രമേ ഉള്ളൂ പ്രസന്റ് ടൈമിലെ അതാണ്. അതായത് ആ പ്രസന്റ് ടൈമിൽ ഒരുപാട് സമയമില്ലായിരിക്കും പടത്തിന്. പാർട്ടുണ്ട്, ഈ 2 പാർട്ടിന്റെ ഇത് എനിക്ക് മനസ്സിലായില്ല. അല്ല, അതിന് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ കുറച്ച് പേടിക്കേണ്ടായിട്ടാണ്. അതായത് ഇനിയൊരു പാർട്ടും ഉണ്ട് എന്ന് പറയുമ്പോൾ 2 രീതിയിലാണ് എടുക്കാം. ഒന്ന് ഈശ്വര നമ്മൾ ഇത് ഇനിയും കാണേണ്ടി വരുമോ എന്നും എടുക്കാം, ഇല്ലാതെ ഓക്കെ ഈ പടം ഇൻട്രസ്റ്റിംഗ് ആണ് എന്നാൽ അടുത്ത പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട് നമ്മുടെ മുമ്പിൽ. ഇപ്പം നമുക്കിത് കണ്ടിട്ട് വിഷ്വലി ഇത് നല്ലതും മോശമൊക്കെ ഉണ്ട്. പക്ഷെ അത് VFX ആണ് കുറെ കൂടി വിഷ്വലി നമുക്ക് കാണുമ്പോൾ. പിന്നെ എനിക്ക് തോന്നുമ്പോൾ ആക്ഷൻ സീക്വൻസ് കുറച്ച് ഓവർ ദ ടോപ്പ് ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ? അത് യൂഷ്വൽ ഇവരുടെ ഇപ്പോ ഇവരുടെ കഥയ്ക്കകത്തൊരു ഇമോഷണൽ എലമെന്റ് ഉണ്ടെങ്കിൽ നമ്മളത് ഓവർ ദ ടോപ്പ് ആയാലും വലിയ വലിയ കുഴപ്പമില്ലാതെ കണ്ടോണ്ടിരിക്കും. പക്ഷെ അത് കഥയ്ക്കകത്തൊന്നും ഇല്ല. പിന്നെ ഇവരെല്ലാവരും കുറച്ച് ഒരു പൊടിക്ക് മേളിലാണ് പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ സൂര്യക്കാണ് മറ്റേ അലർച്ച സിൻകം ലെവൽ സാധനമുണ്ട്, അതിൻ്റെ മേളിൽ കിട്ടണമെന്ന് പറഞ്ഞോ. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ച് അരോചകമാവുമായിരിക്കും തോന്നുന്നു. അതിപ്പോൾ ഈ മെയിൻ ഹൈ പോയിന്റ്സിലൊക്കെ ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല, ഈ പടത്തിൽ സംസാരിക്കുമ്പോൾ മൊത്തത്തിലൊരു ഇപ്പോൾ ഈ ട്രെയിലർ തന്നെ ഫുൾ ഡയലോഗിൽ പുള്ളി കുറച്ച് ഓവറായിട്ട് അങ്ങനെ ഭയങ്കര. അല്ല, ആക്ച്വലി ഈ ട്രൈബൽസ് എന്ന് പറയുന്നത് ഇച്ചിരി ഇതാണല്ലോ ഓവറായിട്ട് അവർ സംസാരിക്കുന്ന അത് ഓക്കെ ഈ പടത്തിലൊക്കെ ആയിരിക്കും. ഞാൻ പറയുമ്പോൾ നമ്മൾ യൂഷ്വലി നമ്മൾ ഇതല്ലാതെ തന്നെ ഇവരുടെ മറ്റു പടങ്ങൾ ഇത് കണ്ട് ശീലിച്ചല്ലോ. അപ്പം നമുക്കിതിപ്പോൾ സിനിമയ്ക്കകത്ത് ഇത് ഇങ്ങനെ ആയിക്കോളാന്ന് പറഞ്ഞ് ഒഴിവാകാൻ കുറച്ച് പാടായിരിക്കും. ഓവറാവെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ഫിലിം വേർഷൻസ് നമ്മൾ കണ്ടത് കൊണ്ടായിരിക്കും. കാരണം ഈ അമ്പും വില്ലും ഒക്കെ അല്ലേ, ഇവർക്ക് ചിലപ്പോൾ സൈലന്റ് ആയിട്ട് വേട്ടയാക്കി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും, സീൻസ് ഒക്കെ ഉണ്ടാവാം. ഇത് തന്നെ മറ്റേ നമ്മുടെ എനർജി റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് തോന്നി മറ്റേ ഇവന്റെ കയ്യെ മറ്റേ പാട് വെച്ചേക്കുന്നത്, കാരണം മറ്റേ ബ്ലാക്ക് പാന്തറിലെ വില്ലന്റെ സാധനം, അത് അവൻ കൊന്ന ആൾക്കാരെ എണ്ണ ഇതായിരിക്കുമല്ലോ എന്നുള്ള സാധനം. അത് മറ്റേ സൂര്യ കൈ കാണിക്കുമ്പോൾ ഒരു ഷോട്ട് വാങ്ങിച്ച അടിയുടെ എണ്ണ അല്ല, കൊന്ന ആൾക്കാരെ എണ്ണ ആ സാധനം ഉണ്ടല്ലോ. ആക്ച്വലി തിയേറ്ററിൽ ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നു. ബേസിക്കലി സൂര്യ ഫാൻസ് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഉറങ്ങി കിടക്കാണ്. അവർ കൈയടിക്കാമെന്ന് വിചാരിച്ച് പല പടത്തിലും കയറുമ്പോൾ അവരെ കിടത്തി ഉറങ്ങും തിയേറ്ററിൽ. പക്ഷെ സൂര്യ റിപ്പോർട്ടറൊക്കെ ബേസിക്കലി ആ പടം കണ്ട് ശരിക്കും ഭയങ്കര ഇമോഷണൽ ആകുമ്പോഴും ഇത് തിയേറ്ററിലായിരുന്നെങ്കിൽ ഭയങ്കര രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഒരു പടത്തിന് ഒരു ലൈൻ ഓഫ് കൾട്ട് ഫോളോയിങ് ഉണ്ട്. അതേത് പടമായിരുന്നു? ഇതൊക്കെ തുരുന്നവൻ.
അതാണോ ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ ദുരിതം വരും. അല്ല അല്ല ആക്ച്വലി അതിന് കുറച്ച് സെൽവരാഘവൻ എടുത്ത പടം ഏതാ നമ്മുടെ NGK. അതിനൊരു വേറൊരു ലൈൻ ഓഫ് ഫോളോയിങ് ഉണ്ട് അതിനകത്ത്. അതെനിക്ക് മനസ്സിലാവാത്ത ലൈൻ ആ എക്സ്പ്ലനേഷൻ ഞാൻ കുറച്ച് കണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ലൈൻ ഒരു ഫോളോയിങ് ഉള്ളതായിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് പേരുടെ കണ്ടായിരുന്നു. അത് ആർക്കും മനസ്സിലാവാനിട്ട് ഇതൊക്കെ ദുരിതം. ഏതൊക്കെ അല്ല ആക്ച്വലി ആ പടം ഇഷ്ടപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. അമ്മക്കൊക്കെ ഇഷ്ടപ്പെടുമല്ലോ. അമ്മക്കൊക്കെ നോക്കുമ്പോ പിന്നെ ഇത് ശിവയുടെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട്. അല്ല ആക്ച്വലി പുള്ളി 50-50 ആയിട്ട് കണക്കാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ നന്നാകാം, ചിലപ്പം എനിക്ക് വലിയ പരിചയമില്ലാത്ത ഡയറക്ടർ ആയതുകൊണ്ട് കാരണം പുള്ളിയുടെ ലാസ്റ്റ് പടം ഇത് ഭയങ്കര സിനിമ ഭയങ്കര ഫ്ലോപ്പും ആയിരുന്നു. അത് മാത്രമല്ല അത് ഭയങ്കര ക്രിറ്റിസിസം ആയിരുന്നു. അതായത് പോരാത്ത ഞങ്ങൾ തിയേറ്ററിലാണ് സൗണ്ട് ഇല്ലാതെ അണ്ണാത്തെ വിത്തൗട്ട് BGM ഈ സിനിമ കണ്ട ആൾക്കാരാണ് അവർ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ സ്പീക്കർ എന്താ കേടായി പോയിട്ട് ഡയലോഗ് മാത്രമേ ഉള്ളൂ. ആ സിനിമ ഫുള്ള് അങ്ങനെ കണ്ട ആൾക്കാരാണ്. കാര്യം അവർ തിയേറ്ററിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് ചേട്ടാ ഇതിൻ്റെ സ്പീക്കർ കേടാണ് എന്ന് പറയാൻ പോലും ആരും ധൈര്യപ്പെട്ടില്ല. കാര്യം AC-യിൽ 2.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം. ഇല്ല ഞങ്ങൾ വാഗോണ്ട് സൗണ്ട് ഇടുവായിരുന്നു. പിന്നെ അല്ല അതും നമുക്കൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും. അല്ല ആക്ച്വലി പടം തുടങ്ങി പകുതിയാകുമ്പോൾ മനസ്സിലായി പടം പൊട്ടയാണെന്ന് മനസ്സിലായി. നമ്മൾ എടാ നമ്മൾ ബേസിക്കലി ഈ ടൈപ്പ് പടങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് എന്റർടൈൻ ആവാൻ പറ്റും നമുക്ക്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ സിനിമ ആ ലൈനിൽ എടുത്താൽ മതി. ഇപ്പം നമുക്കിപ്പോൾ ഈ സിനിമ കാണാൻ പോകുന്നു, നമ്മുടെ വിചാരം ഇപ്പോൾ ഈ സിനിമ കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഭയങ്കര സിനിമയാണ്, നല്ല പടം ഉണ്ടല്ലോ. ഒരു പോയിന്റിൽ നിന്ന് ഈ സിനിമ അങ്ങോട്ടല്ല പോകുന്നത്, ഇത് വേറെ വഴിക്കാണ് പോകുന്നത് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ ലൈനിൽ ഇത് എന്റർടൈൻ ആവുക എന്നുള്ളതാണ്. കങ്കു ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ VFX മാത്രമേ ഉള്ളായിരിക്കും. മറ്റേ കുറെ കൂടി ഒന്നെങ്കിൽ അല്ലെങ്കിൽ അത് ഫൈനൽ ആകാത്ത VFX ആയിരിക്കും. ഫൈനൽ ആകാത്തുള്ളൂ, അതിന് ടൈം ഇല്ലല്ലോ. ഇനി പടം റിലീസ് ആറായില്ലേ? ആക്ച്വലി ഒരു മാസം ഒക്ടോബർ അല്ലേ? ഒക്ടോബറിലാണ് പോടാ, സെപ്റ്റംബർ മൊത്തം പറഞ്ഞിരിക്കുന്നത്. ഒരു മാസം ഉണ്ട്. അപ്പൊ അത്രയും ടൈമിനുള്ളിൽ ഇനി ഇവർക്ക് വളരെ ലേറ്റ് പരിപാടി നടക്കത്തുള്ളൂ. ഉണ്ട്. പക്ഷെ ഈ VFX-ൽ എനിക്ക് തോന്നുന്നു ഇനി വലിയ അപ്ഗ്രേഡേഷൻ ഒന്നും കാണത്തില്ല. കാര്യം അത് അതിനുള്ള പരിപാടി നടക്കത്തുള്ളൂ. ഊട്ടയുള്ളിടത്ത് ചെറിയ ഇല വാഴയൊക്കെ വെച്ച് അടയ്ക്കുന്ന പോലെ അല്ലേ? അങ്ങനെ. പിന്നെ അതാണ്. പിന്നെ ഈ പടത്തിന് എനിക്ക് തോന്നുന്നു ഈ പടത്തിന്റെ ഡ്യൂറേഷൻ എനിക്ക് തോന്നുന്നു അറൗണ്ട് 3 മണിക്കൂറിനടുത്ത് കാണുമെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും 3:05 തോന്നുന്നു. 2 മണിക്കൂർ ഫ്ലാഷ് ബാക്കും ഹൈ വോളിയം BGM കൂടെ ആണെങ്കിൽ ശരിക്കും പഠിച്ചു. പിന്നെ ഈ ട്രെയിലറിനകത്ത് ഇപ്പം മറ്റേ പ്രസന്റിൽ ഇത് കാണിക്കാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ഓഡിയൻസ് തിയേറ്ററിൽ വന്ന് കയറുമ്പോൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ പ്രസന്റിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ കാണാനിരിക്കുന്നത് ഒരുപക്ഷെ ഈ പോർഷൻ ആയിരിക്കും പടത്തിലെ. അപ്പോൾ ഈ പോർഷൻ സിനിമയിൽ എത്ര നേരം ഉണ്ടാവും, അത് ഫുൾ സിനിമ ഇങ്ങനെയാണോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതെ അതെ അതെ. അതിൻ്റെ ഒരു പോസ്റ്റർ റിലീസ് ആയിട്ടുണ്ട്. പുള്ളി ഒരു ഗണ്ണൊക്കെ പിടിച്ച് നിൽക്കുന്ന മറ്റേ രണ്ട് ക്യാരക്ടേഴ്സും ഇങ്ങനെ ഒരു പോസ്റ്റർ തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അത് എനിക്ക് അറിയില്ല, അത് ട്രെയിലറിൽ അവർ ഇതുവരെ ഒന്നും കാണിച്ചിട്ടില്ല. യൂഷ്വലി ഇങ്ങനത്തെ സിനിമകളിൽ ഈ പോർഷൻസ് ആയിരിക്കുമല്ലോ കുറച്ച് ഈ പറഞ്ഞ സിനിമ തുടങ്ങി ഒരു മിഡ് പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ വരുന്നു. അതിനുശേഷം ഇത് ക്ലൈമാക്സിനൊരു 15 മിനിറ്റ്സിന് മുമ്പ് ഇത് എൻഡായിട്ട് പിന്നെ പടത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് പോകുന്നത്. അതാണ് ഒരു യൂഷ്വൽ പാറ്റേൺ. അപ്പോൾ ആ പാറ്റേണിലാണ് ആ പാറ്റേണിലാണ് മെജോറിറ്റി ഓഫ് പടങ്ങളും. അപ്പോൾ ആ പാറ്റേണാണ് ഈ സിനിമയെങ്കിൽ സെക്കൻഡ് ഹാഫ് ആയിരിക്കും. അപ്പോൾ അതായത് സെക്കൻഡ് ഹാഫ് എൻഡ് ചെയ്യുന്നത് ഇവിടെ ആണെങ്കിൽ പടം ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് അത്ര പോരെങ്കിലും കയറി പോകാൻ പറ്റും. ഇല്ല അതെനിക്ക് അല്ല. അങ്ങനെയാണെങ്കിൽ ചേട്ടാ അവർ ഓൾറെഡി അത് കാണിക്കണ്ടേ. ഈ പ്രസന്റ് ടൈമിൽ ഒരു ഷോട്ട് പോലും വെക്കാതെ ഒരു ഫുള്ളി പടത്തെ നമ്മളിപ്പോൾ ഒരു മാസം കൊണ്ടില്ല ഒരു പ്രൊമോഷൻ മെറ്റീരിയലിലൂടെ വരാൻ ചാൻസ് ഉണ്ടോ? ഈ പാട്ടായിരിക്കും ഒന്നെങ്കിൽ പാട്ട് 2 പാട്ട് ഇറക്കും, അല്ലെങ്കിൽ ഒരു റിലീസ്. അങ്ങനെ ഇപ്പൊ കുറെ മെറ്റീരിയൽസ് അവിടം വരെ ഇനി ഒരു മാസത്തേക്ക് ഒന്നും റിലീസ് ചെയ്തിരിക്കും. ഒരു പാട്ടൊക്കെ ആയിരുന്നല്ലോ മറ്റേ അത് സെപ്പറേറ്റ് ഒരു പോർഷൻ വേറൊരു പ്രൊമോഷൻ മെറ്റീരിയൽ അതിന് വേണ്ടിയിട്ട് ഇറക്കാനായിരിക്കും. അപ്പൊ ഒരു 2 ടൈപ്പ് ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഒരു ഓഡിയൻസ് കുറച്ച് വേറെ ഓഡിയൻസ് ആണല്ലോ. മറ്റേ ഫസ്റ്റ് പോർഷൻ രണ്ടുകൂടെ മിക്സ് ചെയ്യണമെന്ന് വിചാരിച്ചു. ടോൺ ഷിഫ്റ്റ് ഭയങ്കര. അതെ അതെ. ഇപ്പൊ ഈ മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് മേ ബി കങ്കുവ എന്ന് പറഞ്ഞാൽ ഒരു പീരിയോഡിക് ഫിലിം എന്നുള്ള ലൈനിലായാലും ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ കുറച്ച് നേരത്തേക്ക് ഈ പ്രസന്റ് ഓടിക്കഴിഞ്ഞാൽ എന്ത് പറ്റുന്ന വെച്ചാൽ നമ്മൾ കുറച്ച് ടയർഡാകും. ഇത് നമ്മൾ കാണാൻ വന്ന സിനിമയും നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്ത സിനിമയ്ക്കും അതിലേക്ക് എത്താൻ സമയം എടുക്കില്ലേ. പിന്നെ പ്രസന്റ് സെക്കൻഡ് പാർട്ട് വെച്ചിട്ട് ഫസ്റ്റ് പാർട്ട് 10 ഇത് കാണിക്കാൻ അങ്ങനെ ആയിക്കൂടായില്ലേ? നന്നാവും. നന്നായി എനിവേ അല്ല ശിവയാണ് പറയാൻ പറ്റില്ല, അറിയാലോ. അതാ പറഞ്ഞേ. ഏതായാലും കണ്ടു നോക്കാം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അല്ലേ. അത് കഴിഞ്ഞ് ബാക്കി പറയുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു
അറിവിലേക്ക് ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു സീനെങ്കിൽ ഒരു സീൻ